അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ നഷ്ടപ്പെട്ട 11,000 രൂപയടങ്ങിയ പേഴ്സ് മണിക്കൂറുകൾക്കകം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി കാനൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ജീവനക്കാരൻ സെബാസ്റ്റ്യൻ കൂട്ടുങ്കൽ. കാനൂർ സ്വദേശി ചക്കരക്കാടൻ ഡേവിസിന്റെ പേഴ്സാണ് ചൊവ്വാഴ്ച പഞ്ചായത്തിന് സമീപമുള്ള കടയ്ക്ക് മുന്നിൽ വെച്ച് നഷ്ടമായത്. തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ നഷ്ടപ്പെട്ട 11,000 രൂപയടങ്ങിയ പേഴ്സ് മണിക്കൂറുകൾക്കുള്ളിൽ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി കാനൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ജീവനക്കാരൻ സെബാസ്റ്റ്യൻ കൂട്ടുങ്കൽ. എൻ്റെ പേര് സെബാസ്റ്റ്യനാണ്. കാഞ്ഞൂർ കൂട്ടുങ്കൽ ഹൗസ്. ഞാൻ കാഞ്ഞൂർ പഞ്ചായത്തിന് കീഴിൽ ദീപം ബഡ്സ് സ്കൂളിൻ്റെ ഡ്രൈവറാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പഞ്ചായത്തിൽ വന്നപ്പോൾ എൻ്റെ സ്കൂട്ടർ ഒരു കടയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ഒരു പേഴ്സ് കിടന്ന് കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയ പേഴ്സ് കണ്ടപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തു വരാൻ നോക്കി. അപ്പോൾ അതിനകത്ത് 11,000 രൂപ ഉണ്ടായിരുന്നു. അത് ആ ചേട്ടൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ATM കാർഡും വേറെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എൻ്റെ അയൽവാസിയായ ഡേവിസാൻ്റെയാണ് മനസ്സിലായി. പക്ഷേ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒന്നും സ്ഥലത്ത് പോകേണ്ടി വന്നതിൻ്റെ പേരിൽ ഞാൻ ഫോൺ നമ്പർ അന്വേഷിച്ച് വിളിച്ചപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ വേറെ ആരെയും കൊണ്ട് പോയിക്കായിരുന്നു. തിരിച്ചു വന്നപ്പോൾ രാത്രി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോളിൻ്റെ നേതൃത്വത്തിൽ ഈ പൈസ കൊണ്ട് ഏൽപ്പിക്കുകയാണ് സന്തോഷത്തോടുകൂടി. കാനൂർ സ്വദേശി ചക്കരക്കാടൻ ഡേവിസിന്റെ പേഴ്സാണ് ചൊവ്വാഴ്ച പഞ്ചായത്തിന് സമീപമുള്ള കടയ്ക്ക് മുന്നിൽ വെച്ച് നഷ്ടപ്പെട്ടത്. അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഡേവിസ് വിവരം അറിയുന്നത്. തുടർന്ന് ഇതേ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ എത്തിയ സെബാസ്റ്റ്യന് പേഴ്സ് റോഡിൽ കിടന്ന് ലഭിക്കുകയായിരുന്നു. പേഴ്സിലുണ്ടായിരുന്ന ചിത്രം കണ്ട് അത് തൻ്റെ അയൽവാസി കൂടിയായ ഡേവിസിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ സെബാസ്റ്റ്യൻ ഏറെ പ്രയത്നപ്പെട്ട് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിവരം അറിയിച്ചു. തുടർന്ന് കാനൂരിൽ തിരിച്ചെത്തിയ ഡേവിസിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിൽ തുക കൈമാറി. തൃശ്ശൂർ വരെ പോകാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ബസ്സിൽ കയറി പൈസ എടുത്തു. ആ സമയത്ത് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അതിനത് അറിഞ്ഞില്ല. എൻ്റെ പോക്കറ്റിൽ വേറെ പൈസ ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി അങ്കമാലി ചെന്നപ്പോഴുള്ള അറിയുന്നത് നഷ്ടപ്പെട്ടു. പിന്നെ കിട്ടില്ലെന്നുള്ളൊരു കണക്കുണ്ടായി. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞ് തൃശ്ശൂർ അവിടെ ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന നേരത്താണ് 3 മണിക്ക് സെബാസ്റ്റ്യൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എൻ്റെ പേഴ്സ് ഇങ്ങനെ കുറച്ച് രേഖകളൊക്കെ കിട്ടിയും കിട്ടുന്നത്. എനിക്ക് സന്തോഷമായിട്ടാണ്. ഞാൻ തരില്ല, തരാൻ പറ്റില്ല. വിളിച്ചു പറഞ്ഞപ്പോൾ എന്തായാലും മനസ്സിൽ സന്തോഷമായി. കാരണം നമുക്ക് ഇവിടെ കാനൂർ പഞ്ചായത്തിലെ ചക്കരക്കാടൻ ഡേവിസേട്ടൻ്റെ പേഴ്സ് ഇന്നലെ തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം വണ്ടിയൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. അദ്ദേഹം സൈക്കിള് ഇവിടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള അഞ്ചേരി വീടിൻ്റെ ഓപ്പോസിറ്റുള്ള കടയുടെ മുൻപിലാണ് വെച്ചുകൊണ്ട് പോകാറ്. ഇവിടെ ജയഞ്ചൻ്റെ കടയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം സൈക്കിൾ വെച്ചുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാതെ ചാടിപ്പോയിട്ടുള്ള പേഴ്സാണ് അവിടെ കിടന്നത്. ഒരു കടയുടെ മൂലയ്ക്ക് ആരും പെട്ടെന്ന് എത്തിപ്പെടാത്തൊരു സ്ഥലമായതിനാൽ അത് അവിടെ സുരക്ഷിതമായി കിടന്നു എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഡ് സ്കൂളിൻ്റെ ഡ്രൈവറും കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ താൽക്കാലികമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ കൂട്ടുങ്കൽ അദ്ദേഹം അവിടെ ബൈക്ക് ആ കടയുടെ അരുത്താണ് ഒതുക്കി വെക്കാറ്. ആ കടയുടെ അരുത്തിൽ നിന്ന് ഒതുക്കി വെക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ പേഴ്സ് കിട്ടിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പേഴ്സോ പൈസയോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടിയാൽ അത് ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ സ്വാഭാവികമായും വേണമെങ്കിൽ സ്വന്തമാക്കാം. പക്ഷേ ആ പേഴ്സ് പരിശോധിച്ചപ്പോൾ ഒരു മാതാവിൻ്റെ പടവും അതുപോലെ തന്നെ ചക്കരക്കാടൻ ഡേവിസേൻ്റെ ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സാണ് എന്ന് മനസ്സിലായി. സെബാസ്റ്റ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടായില്ല. അദ്ദേഹത്തെ നമ്പർ തപ്പി കണ്ടുപിടിച്ച ആൾ വിളിച്ചു. അങ്കമാലിയിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഡേവിസേട്ടൻ തന്നെ പറഞ്ഞു, അങ്കമാലിയിലെത്തിയപ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. നഷ്ടപ്പെട്ട പേഴ്സ് സ്വാഭാവികമായും അത് പോയി എന്നുള്ള ഒരു മാനസിക വിഷമത്തിൽ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കോള് ചെല്ലുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം സെബാസ്റ്റ്യന് നന്ദി പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു പേഴ്സ് കൈമാറാമെന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു.
ഞാൻ ഇപ്പോൾ വന്നത് ഇപ്പോഴാണ് എറണാകുളം കളക്ടറേറ്റിലുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമയത്ത് അത് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സെബാസ്റ്റ്യനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ കണ്ടാൽ അതിനെ വെറുക്കുകയും നമുക്ക് വേണ്ടാത്തതും അർഹതപ്പെടാത്തതുമായ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിയാൽ അത് സുരക്ഷിതമായി അയാളെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയേറെ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥതയുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ സത്യസന്ധമായി ആ കാര്യം കാണുകയും അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത സെബാസ്റ്റ്യനെ ഒരിക്കൽ കൂടി പ്രത്യേകം കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ പഞ്ചായത്തിന് തന്നെ മാനം സംരക്ഷിക്കുന്ന ഒരു ജീവനക്കാരൻ കൂടിയാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒപ്പം ഡേവിസേട്ടൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. കാരണം 11,000 രൂപയോളം അതിനകത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ്. അപ്പോൾ ഡേവിസേട്ടനും വളരെയധികം സന്തോഷമായി അത് തിരിച്ചേൽപ്പിച്ച് കിട്ടിയതിൽ. അപ്പോൾ ഡേവിസേട്ടനും അതുപോലെ തന്നെ സെബാസ്റ്റ്യനെ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ആർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യനെയും ഡേവിസേട്ടനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഘടിപ്പിക്കും. നാടിനും പഞ്ചായത്തിനും അഭിമാനമായ സെബാസ്റ്റ്യന്റെ സത്യസന്ധതയെ നിരവധി പേരാണ് അഭിനന്ദിച്ചത്.